തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടം. വെള്ളത്തിലുണ്ടായിരുന്ന 6 പേരിൽ 3 പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശികളുടെ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, മുതലപ്പുഴയിൽ അപകടങ്ങൾ ആവർത്തിക്കുന്നു, മരണങ്ങൾ ആവർത്തിക്കുന്നു, എന്താണ് വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, തമിഴ്നാട് സ്വദേശിയുടെ വള്ളമാണ് മറിഞ്ഞത്. വള്ളത്തിൽ 6 പേരുണ്ടായിരുന്നതാണ് പ്രാഥമിക വിവരം. 3 പേരെ പരുക്കുകളോടുകൂടി ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാട് പള്ളം സ്വദേശി ജോസിന്റെ ഉടമസ്ഥയിലുള്ള വള്ളം മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരികയെന്ന സമയത്ത് അഴിമുഖത്ത് വെച്ച് ശക്തമായ തിരയിൽപ്പെട്ട പുലിമുട്ടിലേക്ക് അടിക്കുകയായിരുന്നു. തുടർന്ന് പുലിമുട്ടിലടിച്ചാണ് വള്ളം തകരുന്നത്. ഇതേ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും 3 പേര് ഈ പുലിമുട്ടിനിടയിലേക്ക് കുടുങ്ങുകയായിരുന്നു. ഇവരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഈ അടിയന്തര സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ആംബുലൻസ് സംവിധാനം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോസ്റ്റൽ പോലീസിന്റെ ജീപ്പിലാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്തായാലും നിലവിലിപ്പോൾ 6 പേര് സുരക്ഷിതരാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കും, ഇവരോട് ചോദ്യം ചെയ്യും. ഏത് സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ മുതലപ്പുഴയിലേക്ക് മത്സ്യബന്ധനത്തിന് വന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെയും ഇന്നും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മേഖലയിലൂടെയുള്ള മത്സ്യബന്ധനത്തിന് മുന്നറിയിപ്പുകളും നൽകിയിരുന്നു. പക്ഷേ നിലവിലിപ്പോഴും ഈ പ്രാദേശിക വള്ളങ്ങളും അതോടൊപ്പം തന്നെ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും മുതലപ്പുഴയെ ആശ്രയിച്ചുകൊണ്ടാണ് മുതലപ്പുഴയിലൂടെയാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. ഇതിപ്പോൾ ഈ മാസം തുടരെ നടക്കുന്ന 3ാമത്തെ അപകടമാണ്. ഈ കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ തന്നെ അപകടത്തിൽപ്പെട്ട് ഒരാളുടെ കാലിന് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് ചികിത്സിക്കാനായി മാറ്റിയിട്ടുണ്ട്. അനിൽ നമ്പ്യാർ. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. വള്ളത്തിലുണ്ടായിരുന്ന 6 പേരിൽ 3 പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട് സ്വദേശികളുടെ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.